ഇത് കേരളത്തിലെ ആദ്യത്തെ AC ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ്. കളമശ്ശേരി HMT ജംഗ്ഷനടുത്താണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി സഖാവ് P. രാജീവിൻ്റെ ഇനിഷ്യേറ്റീവിലാണ് ഈ പദ്ധതി നടപ്പിലായിട്ടുള്ളത്. കേരളത്തിൽ നിന്നല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ AC ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ഇതെന്ന് പറയാം. കാരണം തമിഴ്നാട്ടിലോ കർണാടകയിലോ നമ്മളിതുപോലെ ഒരു AC കാത്തിരിപ്പ് കേന്ദ്രം ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വേനൽക്കാലത്ത് യാത്രക്കാർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ഇവിടെ ഉള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി സഖാവ് P. രാജീവിൻ്റെ ഒപ്പം എന്ന പദ്ധതിയിൽപ്പെടുത്തിയാണ് ഈ സംരംഭം ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി കളമശ്ശേരി ധാരാളം ട്രാഫിക് പരിഷ്കാരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. കളമശ്ശേരി മെട്രോ സ്റ്റേഷനും അതുപോലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി മെട്രോ സ്റ്റേഷനും ഇടയിലായി 3 പ്രധാനപ്പെട്ട സിഗ്നലുകളാണ് ഹൈവേയിലുണ്ടായിരുന്നത്. ഈ 3 സിഗ്നലുകളും ഒഴിവാക്കി യാത്രക്കാർക്ക് സിഗ്നലുകളില്ലാതെ നിർബാധം യാത്ര ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് സഖാവ് P. രാജീവിൻ്റെ നേതൃത്വത്തിൽ നടപ്പിൽ വരുത്തിയത്. ഈ ട്രാഫിക് പരിഷ്കാരം മൂലം യാത്രക്കാർക്ക് ഏതാണ്ട് 10 മിനിറ്റോളം യാത്രാ സമയം ലാഭിക്കാൻ സാധിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. സിഗ്നലുകളാണ് നമ്മുടെ യാത്രാ സമയം ഏറ്റവും അധികം അപഹരിച്ചു കൊണ്ടിരിക്കുന്നത്. കേരള സംസ്ഥാനത്തെ ഒരു വികസിത രാഷ്ട്രത്തിനൊപ്പം എത്തിക്കുക, അല്ലെങ്കിൽ ആ ലെവലിൽ എത്തിക്കുക എന്ന ഇടത് സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ബസ് സ്റ്റേഷനുകളും അതുപോലുള്ള സംരംഭങ്ങളും സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു മാധ്യമങ്ങളും പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ എങ്ങനെ മോശമാക്കാം എന്നതിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ഈ കാര്യങ്ങളൊന്നും ജനങ്ങളെ അറിയിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ ഒരു നവകേരളം കെട്ടിപ്പടുക്കുന്നതിൽ സർക്കാരിനൊപ്പം ഇവിടുത്തെ ജനങ്ങളുമുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ളൊരു തുടക്കമാകട്ടെ ഈ കാത്തിരിപ്പ് കേന്ദ്രം.